നമസ്കാരം. ബാക്ക് ടു ബിഗ് ബോസ് റിയാക്ഷൻ ചെയ്യാൻ തന്നെയാണ് ഇത്തവണയും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് അല്ല, ഇപ്പം ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പുറത്താണ് ഇപ്പോൾ കളി കുറേ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ, അല്ലെങ്കിൽ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ അട്ടിമറികൾ, തിരിമറികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആ ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് അതിൻ്റെ ഒരു തലപ്പത്ത് കയറിയിരിക്കുന്ന രണ്ട് പേരുകളാണ് ജാസ്മിൻ, ഗബ്രി എന്ന് പറയുന്ന രണ്ട് നെയിം. കുപ്രസിദ്ധി കൊണ്ടോ അല്ലെങ്കിൽ പ്രസക്തി കൊണ്ടോ എന്നറിയില്ല, അവർ രണ്ടുപേരുമാണ് ശരിക്കും ആ ഒരു സീസൺ തൂക്കി എന്നൊക്കെ പറയാമല്ല, ഇന്നത്തെ ഒരു സ്ലാങ്ങിൽ അങ്ങനെയൊക്കെയുള്ള വേർഡ് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ആൾക്കാരാണ് ജാസ്മിനും ഗബ്രിയും. ഓക്കെ, അതിപ്പോൾ ഗബ്രി പലതവണ ബിഗ് ബോസിൽ പറയുകയുണ്ടായി, അത് പ്രസക്തി എന്നുള്ളത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പബ്ലിസിറ്റി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഡോൺ കെയർ എന്നുള്ളൊരു മട്ടിലാണ് അവർ രണ്ടുപേരുടെയും പോക്ക്. ഓക്കെ, ചില ജാസ്മിൻ ഗബ്രി ആരാധികമാർ അല്ലെങ്കിൽ ആരാധകർ അവരിങ്ങനെ പറയും, എന്തിനാണ് അവരിങ്ങനെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരുടെ കാര്യം ഇങ്ങനെ ടോപ്പിക്കായിട്ട് എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അവർ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയം തന്നെയാണ്. അങ്ങനെ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങളും സംഭാഷണങ്ങളൊക്കെ ഇതിൽ സംസാരിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഒട്ടുമിക്ക പേരും. പക്ഷെ കാട്ടിക്കൂട്ടലുകളും ചില ബിഗ് ബോസ് ക്രൂവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിനെ ഇത്രയധികം പോപ്പുലാരിറ്റി കൊടുത്തിട്ട് ഇങ്ങനെ അതിനെ എന്താ പറയണ്ടത്, പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു പബ്ലിസിറ്റി നേടിക്കൊടുത്തോണ്ടിരിക്കുന്നത് ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂ തന്നെ അതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് വളരെ കഷ്ടം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ള എപ്പിസോഡുകളിൽ അത് കുറവാണെങ്കിലും കഴിഞ്ഞ 1-2 ആഴ്ചകളിലൊക്കെ ഇവരുടെ വീഡിയോ കണ്ടന്റ്സ് കുറേ നേരം, ഈ 1 മണിക്കൂറുള്ള ബിഗ് ബോസ് എപ്പിസോഡിൽ തന്നെ ഒരു 15 മിനിറ്റോളം ഒക്കെ ഈ ജാസ്മിൻ ഗബ്രി കോൺവെർസേഷൻ തന്നെ കാണിക്കുക. ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് ഇവരുടെ ക്ലാരിറ്റി കണ്ടെത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത കുറെ കോൺവെർസേഷൻ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ, അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ് മുതൽ തന്നെ ഈ ലവ് ട്രാക്ക് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മുതൽ നമ്മൾ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ്, അല്ലെങ്കിൽ കഴിഞ്ഞ വീക്ക് വരെ ഇവരുടെ ഒരു വാഴത്തോപ്പിലെ പ്രണയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിബിനൊക്കെ വന്നിട്ട് ഇതിനെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഇതിനെ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കെ സിബിന് തന്നെ അത് നേരിട്ട് ഇങ്ങോട്ട് അടി കിട്ടിയൊരു സംഭവമാണ് അവിടെ നടന്ന് സിബിന്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അത് പോട്ടെ, അങ്ങനെ ഒരു വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ വീക്കെൻഡിൽ പുറത്തിറങ്ങിയ അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റന്റ്. ഓക്കെ, നമ്മളെല്ലാവരും ഏറെക്കുറെ ആൾക്കാർ എപ്പിസോഡും BB+ കാണുന്നവരായിരിക്കും. ലൈവ് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. അത്രയും ഇതിൽ ഈ ബിഗ് ബോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും നമുക്ക് ക്ഷമയുള്ള, അത്രയും സമയമുള്ള ആൾക്കാരാണ് ബിഗ് ബോസ് ലൈവ് കാണുന്നവരായിട്ടുണ്ടാവുക. അങ്ങനെ മെജോറിറ്റി ആൾക്കാർക്ക് അതിന് ഉള്ള ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഈ ഒരു എപ്പിസോഡിനെ അല്ലെങ്കിൽ BB+ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ബിഗ് ബോസ് കാണുന്നവർ. ഓക്കെ, അതിലൊന്നും നമുക്ക് അഭിഷേകിന്റെ ഒരു എന്താ പറയണ്ടേ ഫേസ്, അല്ലെങ്കിൽ അഭിഷേകിനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അഭിഷേകിന്റെ പെർഫോമൻസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എപ്പിസോഡിലായാലും BB+ലായാലും. പക്ഷെ പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ, നല്ല നല്ല നിലപാടുകൾ, നല്ല നല്ല ആക്ടുകൾ, ഇതൊന്നും പുറത്തു വരാതെ ശരിക്കും ജാസ്മിൻ ഗബ്രിയുടെ ലീലാവിലാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തീരെ ഡ്രമാസ്റ്റിക് ആയിട്ടുള്ള നാടകമാണ് ഇങ്ങനെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടുകൊണ്ടിരുന്നതെന്ന് ആണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരും പോലെ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റ്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ക്രൂ ലാലേട്ടനിലൂടെ ജാസ്മിനെ ഫേവർ ചെയ്യുന്ന രീതി എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തിനാണ് ഈ ഒരു രീതിയിലേക്ക്
മേ ബി ഇങ്ങനെയുള്ളൊരു പബ്ലിസിറ്റി ആയിരിക്കാം ആ ഒരു ഏഷ്യാനെറ്റ് എന്നുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമും കൂടി ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് വലിയ രീതിയിലൊരു TRP റേറ്റിംഗ് കൂടിയിട്ടാണ് എന്തൊക്കെ വിമർശനങ്ങളും എന്തൊക്കെ ക്രിറ്റിസിസം ആ ഷോയ്ക്ക് നേരിടേണ്ടി വന്നാലും ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗോട് കൂടിയിട്ട് ഏഷ്യാനെറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോഴും നിലവിൽ വരുന്ന വാർത്തകൾ. അപ്പോൾ ഇതാണ് ജാസ്മിൻ ഗബ്രി എന്താ പറയണ്ടേ, നിലവാരമില്ലാത്ത ഈ ഒരു വിഷയമാണ് ബിഗ് ബോസിലൂടെ പുറത്തേക്ക് എത്തുന്നതിലൂടെ റേറ്റിംഗ് കൂടുന്നതെങ്കിൽ അത് മാത്രമാണ് ഏഷ്യാനെറ്റ് പുറത്ത് വിടുകയും ചെയ്യുക. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ റാണി അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ റാണി എന്ന് നിലവിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജാസ്മിനെ തന്നെ കപ്പ് മേടിപ്പിച്ചു കൊടുക്കുന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല കണ്ടസ്റ്റന്റിനെയൊക്കെ ഇപ്പോൾ സിബിൻ ഓക്കെ, പൂജയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ നമ്മൾ ഒക്കെ കണ്ടതാണ്. പക്ഷെ സിബിനെ പോലെയുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്താക്കി എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന വാർത്തകൾ. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ പുറത്താക്കിക്കൊണ്ട് ജാസ്മിന് കപ്പ് നേടിക്കൊടുക്കാനുള്ള ബിഗ് ബോസിന്റെ കളിയാണോ എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അപ്പോൾ പ്രേക്ഷകരുടെ, ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് കൂടി ഇതിനാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു റീസൺ പ്രേക്ഷകർക്ക് കൂടി നൽകണം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മറുപടി ഞങ്ങൾക്കും കൂടി ലഭിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് നൽകണം തന്നെ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്തുള്ള വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും ലാലേട്ടൻ ഇപ്പോൾ വളരെ രീതിയിലുള്ള ക്രൂശിക്കപ്പെടുന്നുണ്ട്, വളരെ മോശം രീതിയിൽ. അപ്പോൾ ലാലേട്ടനും കൂടി ഇതിനൊരു ഉത്തരവാദി ആവുന്നുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടനും കൂടി ലാലേട്ടൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ ഇത്രയും നിലവാരം കുറഞ്ഞൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ആങ്കർ ചെയ്യുന്ന അത്രയും വലിയൊരു മനുഷ്യൻ വെറുതെ ജനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിലൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്നത്, വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനും കൂടി ഇതൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനും കൂടി ഉണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാനും കൂടി ഇതൊക്കെ എൻ്റെ ഈ റിവ്യൂ ഒക്കെ എവിടെ എത്തും അല്ലെങ്കിൽ ആര് കാണും എന്നൊന്നും എനിക്കറിയില്ല. വളരെ കുറച്ച് പേരെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായ റിയാക്ഷൻ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് പേരിലേക്കെങ്കിലും അതൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് വളരെ കുറച്ച് പേര് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം എനിക്ക് അത് തന്നെ സന്തോഷമാണ്. എൻ്റെ നിലപാടുകൾ അറിയിക്കാൻ, ഞാനൊരു ബിഗ് ബോസ് പ്രേക്ഷക എന്നുള്ള നിലയിൽ എൻ്റെ നിലപാടുകൾ അറിയിക്കാൻ ഞാൻ ചൂസ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളും നിങ്ങളുടെ കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ജാസ്മിൻ ഗബ്രി നിലവാരമില്ലാത്ത ക്വാളിറ്റി കണ്ടന്റുകൾ പുറത്തിടാനുള്ള ഒരു ചാനലാണോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഷോ ആണോ ബിഗ് ബോസ് എന്നുള്ള ഉത്തരം മാത്രം നൽകുക. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൂടി അവർ പെർഫോം ചെയ്യാത്തതല്ല, ശരിക്കും അവരുടെ പെർഫോമൻസുകൾ നമ്മളെ കാണിക്കാത്തതാണ് എന്നുള്ളൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുപടി, ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ ആ ചാനൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഷോ നമുക്ക് കൊണ്ടുവരിക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്ന നിലപാടുകൾ നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരാളെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.